വാർത്തയിലേക്ക് കടക്കും മുൻപ് പ്രേക്ഷകർ ഒരു ദൃശ്യം കാണണം. കണ്ടു. ഹോട്ടലിലെ റിസപ്ഷന്റെ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പകർത്തിയ ദൃശ്യമാണ്. എറണാകുളത്തെ ഹോട്ടലിൽ നിന്ന് ഒരു താരം ഇറങ്ങി ഓടുന്ന ദൃശ്യമാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഇത് ഏത് താരമാണ് എന്ന്. ഇതായിരുന്നു ഷൈൻ ടോം ചാക്കോ. കൊച്ചിയിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അത് നമ്മൾ വലിയ രീതിയിൽ ആ ദൃശ്യങ്ങൾ കൊടുക്കുകയും അത് വാർത്തയാക്കുകയും ഒക്കെ ചെയ്തു. ആ വാർത്തയിൽ ഷൈൻ ടോം ചാക്കോ പിന്നീട് താൻ സ്ഥിരമായിട്ട് ഈ ലഹരി ഉപയോഗിച്ചിരുന്ന ആളായിരുന്നുവെന്നും പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയി അദ്ദേഹം തിരികെ വരികയും ചെയ്തു. പക്ഷേ അന്നത്തെ ദിവസം ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നില്ല. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ഷൈനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടും. താൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ് ഷൈൻ മൊഴി നൽകിയത്. ഹോട്ടൽ മുറിയെടുത്ത് ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചുവെന്നായിരുന്നു കേസ്. പക്ഷെ ആ ദിവസം ലഹരി ഉപയോഗിച്ചതായി പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. കേസ് നിലനിൽക്കുമോ എന്നതിൽ നിയമോപദേശം തേടുന്നുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, ഈ ഷൈൻ ടോം ചാക്കോ തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ താൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. ആ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി അതിന്റെ യാത്രാവേളയിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ നഷ്ടപ്പെടുകയും ചെയ്തു ഒരു വാഹനാപകടത്തിൽ. അതൊക്കെ നമ്മൾ വാർത്തയാക്കി മാറ്റിയതാണ്. പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ ദിവസം, ഇയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ദിവസം ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചില്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ കേസിന് നിൽക്കില്ലല്ലോ ശരൺ. അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പോലീസ് നിയമോപദേശം തേടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു ഷൈൻ ടോം ചാക്കോ. ഒപ്പം സുഹൃത്തായ അഹമ്മദ് മുർഷാദും ഉണ്ടായിരുന്നു. അവിടേക്ക് ഡാൻസേഴ്സ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നു. വാതിൽ മുട്ടിയോടുകൂടി തന്നെ ഷൈൻ ടോം ചാക്കോ ആ ജനൽ വഴി ഇറങ്ങി ചാടി ഓടിയതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് പിന്നാലെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് പോലീസ് നോട്ടീസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ചോദ്യം ചെയ്യലിനിടയിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നത് താൻ നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു, പക്ഷേ അന്നത്തെ ദിവസം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസിനെ സംബന്ധിച്ച് വൈദ്യപരിശോധനയ്ക്ക് പോകേണ്ടതുണ്ടെന്നുള്ളതായിരുന്നു. അതിൽ രക്തപരിശോധന നടത്തുന്നതിൽ ചില പരിമിതികളുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്, അതായത് ഈ ഓട്ടത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ചോദ്യം ചെയ്യലിനായി ഷൈൻ ടോം ചാക്കോ എത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തപരിശോധനയിൽ ലഹരി സാന്നിധ്യം കണ്ടെത്തുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഖവും മുടിയും ഒക്കെ തന്നെ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചാണ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. ആ ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട്, ഫോറൻസിക് FSL റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചതിന് തെളിവുകളില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഇനി പോലീസിനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് ആ FIR കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും ചേർന്ന് മുറിയെടുത്തത് കുറ്റകരമായ ഗൂഢാലോചന നടത്തി ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ലഹരി ഉപയോഗം നടന്നു എന്നുള്ളതാണ്. പക്ഷേ ലഹരി ഉപയോഗം നടന്നതിന് ഇവിടെ തെളിവുകളില്ല. FSL റിപ്പോർട്ട് തന്നെയാണ് അതിന് വലിയ തെളിവായി മാറുന്നത്. ഒപ്പം തന്നെ ഇനി ഗൂഢാലോചന സംബന്ധിച്ച്, അതായത് കുറ്റകരമായ ഗൂഢാലോചനയിൽ മാത്രം ഈ കേസ് നിലനിൽക്കുമോ എന്നുള്ളൊരു സംശയം കൂടിയാണ് പോലീസിനുള്ളത്. ഒപ്പം തന്നെ ഈ കൺഫസ് ചെയ്തിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ കൺഫസ് ചെയ്തിരിക്കുന്നത് താൻ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ കേസ് നിലനിൽക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിയമോപദേശം തേടാൻ പോലീസ് തയ്യാറാകുന്നതെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ശരണാണ് നമുക്കൊപ്പം ചേർന്നത്. അന്ന് ഷൈൻ ഓടിയ ഓട്ടം ഒക്കെ നമ്മളടക്കം ദൃശ്യങ്ങൾ തത്സമയം കൊടുത്തിരുന്നു, പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. പക്ഷേ ആ ദിവസം ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചതായി തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പക്ഷേ ഷൈൻ ടോം ചാക്കോ തന്നെ പറഞ്ഞിട്ടുണ്ട് താനിത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അത് ഒഴിവാക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നു. അദ്ദേഹം പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു ഡി അഡിക്ഷൻ സെന്ററിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്നത് വാഹനാപകടത്തിൽ. അതും പ്രേക്ഷകർ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വല്ലാതൊരു തിരിച്ചടിയായിരുന്നു ആ സമയത്ത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പോലീസിന് പക്ഷേ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിൽ രാസപരിശോധനാ ഫലത്തിൽ ലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടില്ല. മുടിയിലാണെങ്കിലും ഒപ്പം തന്നെ നഖത്തിന്റെ ഭാഗങ്ങളിലും ഒന്നും തന്നെ ലഹരിയുടെ അംശം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.